മിനിസ്റ്റർ, അപ്പോൾ അങ്ങനെ ഇത്തവണയും പൊങ്കാല അതിൻ്റെ ഒരു നല്ലൊരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനത്തുള്ളവരുണ്ട്, ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ തയ്യാറെടുപ്പ് വളരെ അനിവാര്യമായ കാര്യമാണ്. ആ തയ്യാറെടുപ്പ് വളരെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് യോഗം ചേർന്ന് നിശ്ചയിച്ച കാര്യം അത് വളരെ ഫലപ്രദമായി നടന്നു. ഒരു പ്രയാസം ആർക്കും ഉണ്ടാകുന്ന സ്ഥിതിയില്ല. ഇപ്പോൾ പൊങ്കാലക്കുള്ള റോഡുകളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ തയ്യാറായി. മറ്റൊരു പ്രയാസം അതിൻ്റെ ഭാഗമായിട്ടില്ല. എല്ലാ വകുപ്പുകളും അവർക്ക് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനാണെങ്കിൽ വളരെ മാതൃകാപരമായി ഇടപെട്ടു. ഇതിൻ്റെ ഒരു പ്രത്യേകത, പൊങ്കാല കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്തമുള്ള തിരുവനന്തപുരം കോർപ്പറേഷനാണ് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് വളരെ ഭംഗിയായി അവർ നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിശ്ചയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നതെന്ന് പരിശോധിച്ചപ്പോൾ അതൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനും പോലീസും അതിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ നിശ്ചയിച്ച കാര്യങ്ങൾ ഓരോ വകുപ്പിനെയും ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല നിലയിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നന്നായി പോകുന്നുണ്ട്. അത് ഒരിക്കലും ഒരു പരാതിക്കും ഇട നൽകാതെയാണ് ഓരോ വർഷവും നമ്മൾ കൂടുതൽ ഗംഭീരമായി നടക്കുന്ന പൊങ്കാലയാണ് കാണുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാധ്യമാക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തെ സംബന്ധിച്ചൊരു വലിയൊരു വെല്ലുവിളി കൂടിയാണ്. വലിയ വെല്ലുവിളിയാണ്. ആ വലിയ വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും കൂടി ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആൾ വരുന്നുണ്ട്. തീർത്ഥാടക ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയാണ്. ഇവിടെ വരുന്ന വിദേശ സഞ്ചാരികൾ ഇവിടെ കുറേ ദിവസം നിന്ന് വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോവുകയാണ്. ഞാനൊരു പൊതു പരിശോധന നടത്തിയപ്പോൾ ഈ തിരുവനന്തപുരം മുതൽക്ക് ഏകദേശം ആലപ്പുഴ വരെയുള്ള പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വലിയ നിലയിൽ ആൾ കൂടുന്നു. ഇവിടെ വരുന്നതിന് മുമ്പുള്ള ഇപ്പോൾ ഒരു തീർത്ഥാടക ടൂറിസം പോസ്റ്റ് കോവിഡിന് ശേഷം ഏറ്റവും വലിയ നിലയിൽ കുതിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ സാധ്യതയാണ് ആറ്റുകാൽ മഹോത്സവം. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ എല്ലാ പരിശോധനയും നടത്തി എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ഫലപ്രദമായി പോകുന്നു. ഇതിൻ്റെ ഭാഗമായി ഓരോ കാര്യങ്ങളും എന്താണോ പ്ലാനിങ് നടത്തിയത് അതിൽ ഒരു വീഴ്ചയും വരാതെ നടത്താൻ പറ്റിയത് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ്. അതിൽ വലിയ വിജയമുണ്ടായി. അതിൽ ഇടപെട്ട എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിലെടുത്തിട്ടുള്ള നിലപാടിനെയും പ്രത്യേകം അഭിനന്ദിക്കും. താങ്ക് യു സോ മച്ച് മിനിസ്റ്റർ. മേയർ ആര്യ രാജേന്ദ്രൻ കൂടിയുണ്ട്. മേയർ, ഇപ്പോൾ മിനിസ്റ്റർ കോർപ്പറേഷനെ വാനോളം അഭിനന്ദിക്കുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്. ഇത്ര ഭംഗിയായി ഇത് ഓരോ തവണയും ചെയ്യുന്നു. ഇനിയിപ്പോൾ അത് വൃത്തിയാക്കുക, ഈ ജനങ്ങളെല്ലാം തിരിച്ചയക്കുക, ഇങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ കോർപ്പറേഷൻ ഈ ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് ഓരോ തവണയും കൂടുതൽ ഭംഗിയാക്കി നടത്തുന്നത്? മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ ക്രമീകരണങ്ങളെല്ലാം ആലോചിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. ഓരോ വകുപ്പുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവാദിത്തങ്ങൾ പോലെ തന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെ പോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി സമയബന്ധിതമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശുചീകരണ പ്രവർത്തനമാണ്. കഴിഞ്ഞ വർഷവും നമ്മുടെ പരിശോധനയിൽ മാലിന്യത്തിന്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത്തവണ അത് ഹരിത പ്രോട്ടോകോൾ പാലിച്ചത് കർശനമായി നടപ്പാക്കാൻ ക്യാമ്പയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പയിൻ അടക്കമുണ്ട്. കാരണം മാലിന്യമുക്തം നവകേരളം പദ്ധതി അടക്കം നടക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ താഴെത്തട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭക്തജനങ്ങൾ ഒട്ടുമിക്ക എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. കാരണം സ്റ്റീൽ പ്ലേറ്റും പാത്രവും ഒക്കെ കൊണ്ടുവന്ന്, ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്ന് അതിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ രാവിലെ പല സ്ഥലത്തും നമ്മൾ പോയിട്ട് വരുമ്പോൾ എല്ലാവരും ഭക്ഷണം വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നതൊക്കെ സ്റ്റീൽ പ്ലേറ്റുമായിട്ടൊക്കെയാണെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എങ്കിൽ പോലും ഉണ്ടാകുന്ന മാലിന്യം പൊങ്കാലയ്ക്ക് ശേഷം വരുന്ന മറ്റ് ചുടുകല്ലിൻ്റെ മറ്റ് പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് മാലിന്യങ്ങളെല്ലാം ശേഖരിക്കാനും മാറ്റാനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 3200ഓളം നഗരസഭാ തൊഴിലാളികളാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ താങ്ക് യു, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇത് വളരെ നന്നായി ഓരോ തവണയും ചെയ്തു തീർക്കുന്നതിന്. അപ്പോൾ അങ്ങനെ വലിയൊരു ദൗത്യം അത് പൂർത്തിയാക്കുന്ന ആ ഒരു നിമിഷത്തിലൂടെ കൂടിയാണ് കോർപ്പറേഷൻ അധികൃതർ കടന്നു പോകുന്നത്. വളരെ നന്നായി തന്നെ ഇത് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് തീർത്ഥാടന ടൂറിസത്തിൻ്റെ കൂടി സാധ്യതകളിലേക്ക് വാതിൽ തുറന്നിടുന്നതാണ്.